ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും എത്രമാത്രം അപകട മരണങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇന്നിപ്പോ നമ്മുടെ നെടുമങ്ങാട്ട് വൈദ്യുതി കമ്പി പൊട്ടി വീണ ഒരാൾ മരിച്ചു. അതുപോലെ ഇങ്ങനെ പല പല അപകടങ്ങളിൽപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും എത്ര എത്ര ജീവന നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മൾ ഒരാൾ മരണമടയുന്ന അത് നമ്മുടെ സമയം പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ പോയാൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനായിരിക്കും ആ കുടുംബത്തിന്റെ ഒരു താങ്ങ്, അത്താണി. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ഇതിനൊന്നുമില്ല. ഇതിനാണ് ഇൻഷുറൻസ് കമ്പനികളും സർക്കാരും ബാങ്കും ഒക്കെ നമുക്ക് വേണ്ടി കുറേ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെയ്തു വച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. ഈ അപകടമരണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണോ അപകടമരണം സംഭവിക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഞാൻ നടന്നു പോകണ വഴിക്ക് പെട്ടെന്ന് ആ തെങ്ങിന്റെ വഴി തേങ്ങ നേരെ തലയിടുന്നത്, നമ്മളവിടെ വരിക്കുക. ഇപ്പൊ എന്റെ സമയം ശരിയില്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ മതി, ഇല്ലെങ്കിൽ ഒരു മാങ്ങ മതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാവിന്റെ മൂട്ടിൽ കൂടെ പോവാണെങ്കിൽ ഒരു ചക്ക നേരെ തലയിടുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി സർക്കാരും ബാങ്കും ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ SBIയിലെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിനെ ഷോർട്ടായിട്ട് പൈ എന്ന് പറയും, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. അത് നമ്മളിപ്പോ എങ്ങനെ മരണപ്പെടുന്ന അപകടം വെച്ചാൽ ഒരു ഉറുമ്പ് കടിച്ച് മരിച്ചാലും, ഒരു പാമ്പ് കടിച്ച് മരിച്ചാലും, ഒരു തേങ്ങ വീണ് മരിച്ചാലും, ഒരു വണ്ടി തട്ടി മരിച്ചാലും, ഇല്ലെങ്കിൽ വൈദ്യുതാഘാതമായിട്ടാലും, ഇതൊക്കെ അപകടങ്ങളാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് മരിക്കാതെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കുറച്ച് നാൾ മുമ്പ് എൻ്റെ അറിവിൽ ഉണ്ടായ കാര്യമാണ്. ഒരു ഗൃഹനാഥൻ, പുള്ളി മാത്രമേ വീട്ടിലുള്ളായിരുന്നു. വീട്ടുകാരെല്ലാം എവിടെ പോയിക്കായിരുന്നു. അപ്പോ വീട്ടുകാർ വന്നപ്പോൾ ഈ ഗൃഹനാഥൻ വീട്ടിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. നോക്കിയപ്പോൾ പൾസില്ല, മരണമടഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരെല്ലാം വിചാരിച്ചെന്തോ അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ്. പുള്ളിക്കാരനെ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിയും. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പറഞ്ഞത് പുള്ളിക്കാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച, വീട്ടിനുള്ളിൽ നിന്ന് എന്തോ ചെയ്തപ്പോൾ പുള്ളിക്കാരനെ കറണ്ട് അടിച്ചു, വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. അവിടെയാണ് പോയിന്റ്. ആ പുള്ളി വിചാരിച്ചിരുന്നു, എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ സംഭവിച്ച് ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബം പട്ടിണിയാവാൻ പാടില്ല എന്ന് കരുതി ആ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ ഞാൻ പറയുന്ന പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് 500 രൂപ ഒരു വർഷത്തേക്ക് എടുത്തു വെച്ചിരുന്നു. ആ പുള്ളിക്കാരന് ബാങ്ക് കൊടുത്തു 10 ലക്ഷം രൂപ. അപ്പോ ആ പുള്ളിക്കാരന്റെ കരുതൽ അതാണ്. അതുപോലെ നമ്മൾ എല്ലാവരും നമ്മളെ കുടുംബത്തിനോട് ഒരു കരുതൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് 10 ലക്ഷം രൂപ കവറേജിന് നമ്മൾ ഒരു വർഷത്തേക്ക് ബാങ്കിൽ കൊടുക്കേണ്ടത്, നിക്ഷേപിക്കേണ്ടത് 500 രൂപയാണ്. 500 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം 41 രൂപ 66 പൈസയാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. ഒരു ദിവസം 1 രൂപ 38 പൈസ. ഇതുപോലെ തന്നെ 1000 രൂപ നമ്മൾ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ഒരു മാസത്തെ 83 രൂപ 33 പൈസ മാറ്റിവെച്ചാൽ നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടാൻ 20 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടിയത് നമ്മൾ ഒരു വർഷത്തേക്ക് 2000 രൂപ, ഒരു വർഷത്തേക്ക് 2000 രൂപ നമ്മൾ പറയുമ്പോൾ 2000 രൂപ വലിയ എമൗണ്ട്, പക്ഷെ ഒരു വർഷത്തേക്കാണ് അത്. നമുക്ക് ഒരു മാസം നമ്മൾ വെറും 166 രൂപ 66 പൈസ മാറ്റി വെച്ചാൽ മതി. മനസ്സിലായോ? അത് ഒരു ദിവസം എത്രയാണ്? വെറും 5 രൂപ 55 പൈസ, ഒരു ചായക്കുള്ള പൈസ പോലും ആവുന്നില്ല. ഇത് മാറ്റി വെച്ചാൽ 2000 രൂപ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മളെ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നത്, നമുക്ക് എന്തെങ്കിലും അപകട മരണം സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നത് 40 ലക്ഷം രൂപയാണ്. ഇതൊക്കെ വളരെ പ്രയോജനകരമായ കാര്യമാണ്. അപ്പൊ നമ്മളിത് ഈ സർക്കാരും ബാങ്കുകളും ഒക്കെ തരുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇപ്പൊ ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു ബാങ്ക്, ഒരു സർക്കാരും ആരും വിചാരിക്കുന്നത് നിങ്ങൾ മരണപ്പെട്ട് പോകണമെന്നും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കും. നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. മരണപ്പെട്ടാൽ ഈ തരുന്ന ബാങ്കിനും ഈ ഇൻഷുറൻസ് കമ്പനിക്കും സർക്കാരിനും ഒക്കെയാണ് നഷ്ടം. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല മരണപ്പെടരുതെന്ന്, അവർ നിങ്ങൾ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ സമയദോഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടാൽ നമുക്ക് നമ്മുടെ പുറകിലുള്ള നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഇത് കരുതി മാത്രമാണ് തരുന്നത്.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ പറയുക, എനിക്ക് ഒരു പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് വേണം. ഒരുപാട് സാമ്പത്തികമില്ലാതെ 500 രൂപ എടുത്തിട്ടാൽ മതി. എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കും ബാങ്ക്. എന്നിട്ട് വീടി പറഞ്ഞേക്കണം, ഞാൻ ഇങ്ങനെ അക്കൗണ്ട് പറയേണ്ട കാര്യമില്ല, നമ്മുടെ അക്കൗണ്ടിൽ അറിയാൻ പറ്റും നമുക്ക് എന്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ദയവായി ഇങ്ങനെ ഗവൺമെന്റും ബാങ്കും ഒക്കെ തരുന്ന പ്രയോജനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ആ കരുതൽ നമ്മുടെ പുറകിലുള്ള നമ്മുടെ കുടുംബത്തിന് താങ്ങാവട്ടെ. നമസ്കാരം.